ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 4 മണിക്കുള്ള ചായക്ക് അവൽ വെച്ച് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മറയൂരാണ്. അപ്പോൾ അവിടെ മറയൂർ ശർക്കര ഫാക്ടറിയിലല്ല ഞങ്ങൾ കയറിയ, ഇങ്ങനെ ചെറിയ ചെറിയ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് കയറിയത്. അപ്പോൾ അവിടെ ഇങ്ങനെ ശർക്കര ഉരുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയതുകൊണ്ട് അല്ലാതെ കുപ്പികളിലാക്കി അവർ പാനിയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാനിയായിട്ട് കൊടുക്കുന്നത് അവർ ശർക്കര ഉരുക്കുന്നതിന് മുന്നേ ഈ കരിമ്പിൽ നിന്ന് നേരിട്ട് വരുന്ന ജ്യൂസാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേ മാസങ്ങളോളം അതിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 1 കൊല്ലത്തോളം ഇരിക്കുവേ. അപ്പോൾ നമുക്ക് അവലുണ്ട്, അവലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ട് വേണേ അവൽ വറുക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കരിഞ്ഞു പോകും. നല്ല മുരിഞ്ഞിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ മൂന്നാറൊക്കെ പോകുമ്പം ഇങ്ങനെയുള്ള ശർക്കരപ്പാനികൾ മേടിക്കാൻ ആരും മറക്കരുത്. നല്ല രുചിയാണ്. അപ്പം നമ്മുടെ അവലൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വരുന്നുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ എപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഈ അവൽ വെറുതെ അന്ന് വറക്കുകയും പറ്റുമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് എടുക്കും. ശർക്കര ഇങ്ങനെ ചിരണ്ടിയിടും കത്തി വെച്ചിങ്ങനെ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പേറ്റി എടുക്കണേ. ഇതിൽ പൊടികളൊക്കെ ഉണ്ടാവും. കണ്ടോ, നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ 1 മുറി തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണേ. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഈ ശർക്കരപ്പാനി കിട്ടിയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലെ 3/4 ലിറ്ററിൻ്റെ ഒരു കുപ്പിയിലാണ് കിട്ടണേ. അപ്പോൾ നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നേ. ഇതിങ്ങനെ ചുറ്റിച്ചൊഴിക്കണേ. കുറച്ചും കൂടെ ഒഴിക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാനി 6 മാസത്തോളം ഇങ്ങനെ ഇരിക്കുവേ, പുറത്തിരിക്കും. പിന്നെ 1 കൊല്ലത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് കട്ടയാകുമൊന്നുമില്ല, ഇങ്ങനെ വെള്ളം പോലെ തന്നെ ഇരിക്കും. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ചൊന്നും ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ആ തേങ്ങയുടെയും അവലിൻ്റെയും ശർക്കരയുടെയൊക്കെ ആ ഒരു രുചി നമുക്ക് മുന്നിട്ട് നിൽക്കണം. ഏലക്കായ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഏലക്കായൻ്റെ ആ ടേസ്റ്റല്ലേ മുന്നിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏലക്കായ ഇടാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ ശർക്കരപ്പാനി കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. അല്ലെങ്കിൽ നമുക്ക് ഉരുക്കിയിട്ട് പാനിയാക്കിയാലും മതിയേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.